ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ടെക് മലയാളം. സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന എല്ലാവരുടെയും ഒരു പ്രശ്നമായിരിക്കും പെട്ടെന്ന് ഫോണിൻ്റെ ചാർജ് തീർന്നു പോകാറുണ്ട് എന്നുള്ളത്. അതായത് ഇപ്പം എത്ര നല്ല ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഫോണാണെങ്കിൽ കൂടി പല ആളുകൾക്കും അതവരെ തൃപ്തിപ്പെടുത്താറില്ല. കാരണം ഇപ്പോൾ ഇറങ്ങുന്ന പല ഫോൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്ക ഫോൺസിനും ഒരു മിനിമം 4000 mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ടായിരിക്കും. എന്നാലും അത് യൂസ് ചെയ്യുന്ന ആളുകളെ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ആളുകളുടെ യൂസേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതും പെട്ടെന്ന് തീർന്നു പോകേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പം ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് പവർ ബാങ്ക് യൂസ് ചെയ്തൂടെ, കൊണ്ടുപോകാമല്ലോ എന്നൊക്കെ. പക്ഷെ എന്നാലും ചില സന്ദർഭങ്ങളിൽ അത് പ്രായോഗികമല്ലാത്ത സന്ദർഭങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. അത് പല ആളുകൾക്കും ചിലപ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ കൊണ്ടുപോകുന്നതിൻ്റെ ഒപ്പം ഈ പവർ ബാങ്കും കൊണ്ടുപോകാമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടായി തോന്നിയേക്കാം, അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്ത ഇതൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമുക്ക് എന്താ പറയുക, സിറ്റുവേഷൻസ് എന്ന് പറയാനില്ല, അങ്ങനത്തെയൊക്കെ അവസരം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി കഴിയുന്നതും കുറയാതെ ഇരിക്കാനുള്ള കുറച്ച് ടിപ്സാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ചിലപ്പോൾ നിങ്ങളിൽ പലർക്കും ഓൾറെഡി ഇത്തരം ടിപ്സുകളൊക്കെ അറിയുന്നുണ്ടായിരിക്കും. എന്നാലും ഇതൊന്നും അറിയാത്ത ചിലർക്ക് വേണ്ടിയിട്ട് നമുക്ക് പറയാം. ബ്രൈറ്റ്നസ് കുറയ്ക്കുക, അതുപോലെ തന്നെ സ്ലീപ്പ് മോഡ് ഓൺ ചെയ്യുക എന്നതാണ് ആദ്യത്തെ കാര്യം. ഇപ്പോൾ ഡിസ്പ്ലേ ഉള്ള സ്ക്രീനുള്ള ഏതൊരു ഡിവൈസ് ആയാലും ശരി, ബാറ്ററി ലാഭിക്കാനുള്ള ഒരു വഴി തന്നെയാണ് ഇത്. സ്ക്രീനുള്ള ഡിവൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോൺസ് മാത്രമല്ല, ടാബ്ലറ്റുകളാകാം, അല്ലെങ്കിൽ സ്മാർട്ട് വാച്ച് ആകാം. ഇതിലൊക്കെ നമുക്ക് ബാറ്ററി ലാഭിക്കാനുള്ള ഒരു വഴിയാണ് അതിൻ്റെ ബ്രൈറ്റ്നസ് കുറച്ച് വെക്കുക, അല്ലെങ്കിൽ നമുക്ക് സ്ലീപ്പ് മോഡ് ഓൺ ചെയ്ത് വെക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ അത് കുറച്ച് വെക്കുമ്പോൾ ഒരു 50% അല്ലെങ്കിൽ ബ്രൈറ്റ്നസ്, അല്ലെങ്കിൽ അതിൽ കുറവായിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. അതല്ലാതെ നമ്മൾ ഓട്ടോമാറ്റിക്കായി അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വെക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ മാനുവലായിട്ട് ചെയ്യുന്നതായിരിക്കും. കാരണം ഇത് ബ്രൈറ്റ്നസ് ക്രമീകരിക്കാനുള്ള സെൻസർ പ്രവർത്തിക്കുന്ന ചാർജ് ലാഭിക്കും. ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് സ്ലീപ്പ് മോഡ് ഓൺ ചെയ്യുക എന്നുള്ളത്. അതായത് നമുക്കത് സെറ്റിങ്സിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ഫോൺ ഒരു തവണ നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് എത്ര സെക്കൻഡ്സിനുള്ളിൽ അത് ഓഫ് ആവണം എന്നുള്ളത്. സോ അതിൻ്റെ ആ ഒരു ടൈം നിങ്ങൾ കുറച്ച് വെച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് ബാറ്ററി ലൈഫ് കൂട്ടാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, മിനിമൈസ് ചെയ്തെങ്കിലും ക്ലോസ് ചെയ്യാത്ത ആപ്ലിക്കേഷൻസ് നമ്മുടെ എല്ലാവരുടെയും ഫോണിലുണ്ടാകും. സോ അത് ബാക്ക്ഗ്രൗണ്ടിൽ ഇത്തരം ആപ്ലിക്കേഷൻസ് പ്രവർത്തിക്കുന്ന സമയത്തും നമ്മുടെ ഫോണിലെ ചാർജ് കുറയാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ആൻഡ്രോയിഡിന് ഒരു ഇൻബിൽഡ് ബാറ്ററി മോണിറ്റർ ഉണ്ട്. ഇതിലൂടെ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. സെറ്റിംഗ്സിൽ ചെന്ന് കഴിഞ്ഞാൽ ബാറ്ററി എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇതിൽ ഏറ്റവും കൂടുതൽ ബാറ്ററി ഉപയോഗിക്കുന്ന ആപ്പുകളെ കണ്ടെത്താൻ സാധിക്കും. ഇത്തരം ആപ്പുകളെ ഒഴിവാക്കി കളയാം. ബാറ്ററി സേവർ മോഡ് ഓൺ ആക്കുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് പറയാനുള്ളത്. ഇതിൻ്റെ ഓപ്ഷൻസ് നമ്മുടെ ഫോണിലുണ്ടായിരിക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, അത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും നമ്മുടെ ഫോണിൻ്റെ ചാർജ് അങ്ങനെ തീർന്നു പോകില്ല. നമുക്കിപ്പം ചില ഫോൺസിൽ അതിനുള്ള സെറ്റിങ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ഇത്ര ഒരു % എത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു പവർ സേവിങ് മോഡ് ആക്റ്റീവ് ആവും. സോ അത് നിങ്ങൾക്ക് സെറ്റിങ്സിൽ നോക്കിയിട്ട് ചെയ്തു വെക്കാം. മറ്റൊരു കാര്യമാണ് വൈഫൈ, ബ്ലൂടൂത്ത്, അതുപോലെ NFC ഒക്കെ ഫോണിൽ ഓഫ് ചെയ്ത് വെക്കുക എന്നുള്ളത്. സ്മാർട്ട് ഫോണുകളിൽ ബാറ്ററി നഷ്ടപ്പെടുത്തുന്ന മറ്റൊരു പ്രധാന കാരണമാണ് ഇത്തരം കണക്ടിവിറ്റികളൊക്കെ നമ്മൾ ഓൺ ചെയ്ത് വെക്കുന്നത്. ഇവയിലൂടെ ബാറ്ററി ധാരാളം ചിലവാകും. ആവശ്യമില്ലാത്ത സമയങ്ങളിൽ ഇവ ഓഫ് ചെയ്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ആവശ്യത്തിന് അത് എടുത്തു കഴിഞ്ഞാൽ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്ത് വെക്കാം. ഡാർക്ക് മോഡ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഡാർക്ക് വാൾപേപ്പർ യൂസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയാനുള്ളത്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മൾ ആ ഒരു ഡാർക്ക് വാൾപേപ്പർ അല്ലെങ്കിൽ ഡാർക്ക് മോഡാണ് നമ്മൾ ഓൺ ചെയ്ത് വെക്കുന്നതെങ്കിൽ നമുക്കറിയാം ആ ഒരു അത്ര ബ്രൈറ്റ്നസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ബാറ്ററി സേവ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഫോണിൽ ലൊക്കേഷനൊക്കെ ഓൺ ചെയ്ത് വെക്കുക. അതായത് GPS ഒക്കെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ചിലപ്പോൾ ഓഫ് ചെയ്യാൻ മറന്നു പോകാറുണ്ട്. അങ്ങനെ ഓഫ് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാലും ഇതുപോലെ നമുക്ക് ഒരുപാട് ബാറ്ററി അതുവഴി നമുക്ക് നഷ്ടപ്പെടും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, നമ്മുടെ ഫോണിലൊക്കെ പല ആളുകളും ചെയ്യുന്നതാണ്, നമ്മൾ ഈ ഒരു ടച്ച് ചെയ്യുന്ന സമയത്തുള്ള ഒരു വൈബ്രേഷൻ, അതുപോലെ എന്തെങ്കിലും ടോണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് കൂട്ടാൻ സാധിക്കും. വിഡ്ജറ്റുകൾ കുറയ്ക്കുക എന്നുള്ളതാണ് വേറൊന്ന്. അതായത് ഇപ്പോൾ നമ്മൾ ഹോം സ്ക്രീനിൽ തന്നെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ വേണ്ടി, അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ ആവശ്യമുള്ള ഓപ്ഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് വിഡ്ജറ്റുകൾ നമ്മുടെ ഹോം സ്ക്രീനിൽ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ എണ്ണം കുറയ്ക്കുക. ഒരുപാട് എണ്ണം ആകുമ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ ഫോണിൻ്റെ ചാർജ് കുറയാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ അതിൻ്റെ എണ്ണം കുറയ്ക്കുക. അതുപോലെ തന്നെ ഈ ആനിമേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും ഫോണിൽ നമ്മൾ, അല്ലെങ്കിൽ ലൈവ് വാൾപേപ്പറൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ വെക്കുമ്പോഴും കുറയും. അതുപോലെ തന്നെ നമ്മൾ ട്രാൻസിഷനൊക്കെ ചിലപ്പം വെക്കും സെറ്റിങ്സിൽ, നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാലും ഇതേപോലെ ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ഞാൻ ഈ പറഞ്ഞ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയായിരിക്കുമ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ചാർജ് അത്ര പെട്ടെന്നൊന്നും തീർന്നു പോകില്ല.
അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ ആയിരിക്കാം, ഇനി അറിയാത്തവർക്കും കൂടിയാണ് എന്ന് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ടൈം നല്ലൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതിനു മുൻപ് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.